കുറെ നാളെന്ന് അറിയാനെ കണ്ടിട്ട് ക്ഷമിക്കണോട്ടാ. ഇന്ന് രാവിലെ എഴുന്നിട്ട് നേരെ ഒരു ചായയും കുടിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചിട്ട് എങ്ങോട്ട് എയർപോർട്ടേക്ക്. എന്താടാ ഈ വെളുപ്പംകാലത്ത് എയർപോർട്ടിൽ പണിന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇന്ന് നമ്മുടെ അളിയൻ ഉണ്ട്. പറയാനാണ് ഇപ്പൊ എനിക്ക് കുറെ അളിയന്മാരുണ്ടെന്ന്. അതിലൊരെണ്ണത്തിന്റെ ലാൻഡിംഗ് ആണ് ഇന്ന്. നേരെ പിക്ക് ചെയ്യാൻ പോയതാ. കുറെ നേരമായിട്ട് ലാഗ് ആക്കിയെന്ന്. ഇന്ന് എക്സാം ആണ്. അതിന്റെ വേറൊരു ടെൻഷൻ. കാരണം എക്സാം ലേറ്റ് ആയി കഴിഞ്ഞാൽ എക്സാം ആൾ കയറ്റില്ല. അതിനെ കണ്ടുള്ളൂ. അപ്പോഴേക്കും KP ഓടിയിട്ടാ നേരെ ഓടിപ്പോയി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുക്കാൻ നിന്നില്ല. ഇതിനെ എടുക്കണമെങ്കിൽ ഞാൻ പിന്നാലെ ഓടേണ്ടി വരും. ഇത് കാണുമ്പോൾ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന പോലില്ലേ. ശരിക്കും പറഞ്ഞ ഒരാഴ്ച എന്താ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. നേരെ വീടെത്തിട്ട് യൂണിഫോം ആയിട്ട് ഓടുന്ന ഓട്ടാട്ടത്. എന്തായാലും ലേറ്റ് ആവുന്ന ഉറപ്പായി. പിന്നെ നേരെ പോയി യൂണിഫോം കിട്ടും. നേരെ തിരിച്ച് വെച്ച് പിടിച്ചിടാ. കോളേജ് എത്തിയപ്പോ മോനെ എല്ലാരും ബിസി. ഇന്ന് ലാബ് എക്സാം ആണ്. റെക്കോർഡൊന്നും എഴുതിയില്ല. എക്സാം ആൾ കയറില്ല. എല്ലാവരും അതിന്റെ ചെറിയ ചെറിയ ബിസിയിലായിട്ടാ. പിന്നെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ എക്സൽ സ്ലിപ്പ് വാങ്ങി നേരെ ഇറങ്ങിയിട്ടാ. ഇനി അങ്ങോട്ട് കോളേജില്ല, വെക്കേഷൻ. ഈ സ്ലിപ്പിൽ കാണുന്ന സ്ലിപ്പും സൈനും ഒന്നും ഇല്ലെങ്കിലല്ല ഞങ്ങളെ തിരിച്ചിറക്കില്ല. പിന്നെ മതിലടിയൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോയി പിന്നെ അടുത്ത പണിയായി. ഞങ്ങൾ പിന്നെ നേരെ വഴി സഞ്ചരിക്കുന്നവരായിട്ട് സ്ലിപ്പൊക്കെ വാങ്ങി പക്കയായിട്ട് പോയിട്ട്. വെക്കേഷൻ ആയതുകൊണ്ടും ഇവന്റെ ഇനി കുറെ പാട്ടുകൾ സഹിക്കേണ്ടത് കൊണ്ടും വെക്കേഷൻ എങ്ങനെ ഇരിക്കുന്നു ഒരു പെടുത്തില്ല. വീട്ടിലെത്തിയപ്പോഴേ കറണ്ട് ഉണ്ടായില്ല. നേരെ ക്ലാസ് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. വീട്ടിലെത്തിയിട്ട് നേരെ എന്താണ് കാറി കയറി AC ഇട്ടിരുന്നു. കുറച്ചു നേരം പെട്രോൾ അല്ലേ പോകത്തുള്ളൂ, ചത്തൊന്നും പോയില്ലല്ലോ.